കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ വീർപ്പുമുട്ടിയിരുന്ന കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ ബഹുനില മന്ദിരം നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജ്യോതിയുടെ അധ്യക്ഷതയിൽ പുനലൂർ MLA PS സുബാൽ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അനുകൂല നിലപാടാണ് മന്ത്രിക്കും സർക്കാരിനുമുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇത് സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ട് ട്രൈബൽ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഒറ്റയടിക്ക് ട്രൈബൽ സ്പെഷ്യാലിറ്റി എന്ന ആവശ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇതിനായി ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കിക്കൊണ്ട് വേഗത്തിൽ നാടിന്റെ ആവശ്യം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും MLA പറഞ്ഞു. നിയമസഭയിലും ആ വിഷയങ്ങൾ ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് നടന്നു. അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരാണ് ഇരിക്കുന്നവിടെ മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു. അവിടെ ഈ വിഷയം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി നമുക്ക് തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രി പറഞ്ഞത് നമുക്ക് അത് പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ ആലോചിക്കാം. ആദ്യം നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് തരട്ടെ. അത് DMO വഴി DHSൽ വന്ന് ഗവൺമെന്റിൽ വന്ന് അത് ഗവൺമെന്റ് അത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായി ആരോഗ്യവകുപ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആ കാര്യത്തെ കുറിച്ച് ആലോചിക്കാമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിന് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്തണം. എനിക്ക് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്ഥിര സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ബിനി വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ SL ടോം, ആനി ടോം, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദേവ് കിരൺ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ശ്രീഹരി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ തുടങ്ങി ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പ്രസംഗിച്ചു. മലയോര മേഖലയുടെ ചിരകാല സ്വപ്നമായിരുന്ന കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയുടെ വികസന പാതയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ദേശീയ ആരോഗ്യ ദൗത്യം ഫണ്ടിൽ നിന്നും അനുവദിച്ച 3.2 കോടി രൂപയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 99 ലക്ഷം രൂപയും കൊച്ചിൻ ഷിപ്പ്യാർഡ് CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച 75 ലക്ഷം രൂപയും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷം അനുവദിച്ച 31 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് ആശുപത്രിക്കായി പുതിയ കെട്ടിടവും അനുബന്ധ പ്രവൃത്തികളും പൂർത്തീകരിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച ഒന്നാം നിലയിലെ 10,200 ചതുരശ്ര അടിയിൽ OP, ലാബ്, അത്യാഹിത വിഭാഗം, ദന്തൽ, ഫാർമസി സ്റ്റോർ, 10 കിടക്കകളോട് കൂടിയ നിരീക്ഷണ വാർഡ്, എക്സ്റേ സൗകര്യം എന്നിവയാവും ഉണ്ടാവുക. നിർമ്മാണം പുരോഗമിക്കുന്ന രണ്ടാം നിലയിലെ 9,800 ചതുരശ്ര അടിയിൽ ഡയാലിസിസ് യൂണിറ്റ്, 4 കിടക്കകളോട് കൂടിയ ICU, 2 കിടക്കകളോട് കൂടിയ കാർഡിയാക് ICU, 30 കിടക്കകളോട് കൂടിയ വാർഡ് എന്നിവയുണ്ടാവും. ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും പുതിയ ആശുപത്രി കെട്ടിടത്തിൽ ഉണ്ടാകും. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.